you all happy Christmas. ഹായ് എവരി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പൊ ഇത്തവണ നമ്മൾ ക്രിസ്മസിന് ക്രാഫ്റ്റുകളൊന്നും ഒരുപാട് ചെയ്യുന്നില്ല. കാരണം ഞാൻ UK-ലാണ്, ഇവിടെ ഭയങ്കര തണുപ്പാണ്. പിന്നെ ടൈമും വളരെ കുറവാണ്. പിന്നെ നമ്മളൊരു കുഞ്ഞു ക്രിസ്മസ് ഡെക്കറേഷനാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് ക്രിസ്മസ് അക്സസറീസ് വാങ്ങിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പൊ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്കൊരു കുഞ്ഞു ഡെക്കറേഷൻ ചെയ്യാം. അപ്പൊ അതെങ്ങനെയാ നമുക്ക് വീഡിയോയിൽ കാണാം. ക്രിസ്മസ് ട്രീയുടെ ലീഫ് പോലെ തന്നെ, ഒറിജിനൽ ട്രീയുടെ ലീഫ് പോലെ തന്നെ തോന്നിക്കുന്ന ലീഫാണ് നമ്മൾ കുറച്ച് വാങ്ങിയത്. അതിങ്ങനെ ഒരു മാല പോലെയാണ് നീളത്തിൽ, ഇങ്ങനെ ഒരു വള്ളിയിൽ കുറേ അധികം ലീഫായിട്ടാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ. ഇത് പൈൻ കോണാണ്, ഒറിജിനൽ പൈൻ കോണാണിത്. ഇത് മരത്തിൽ നിന്ന് പച്ചനെ ശേഖരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഉണങ്ങിയത് അടർത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിങ്ങനെ ഉണക്കിയും ഹീറ്റൊക്കെ ചെയ്താണ് അതിങ്ങനെ വിടർത്തിയെടുക്കുന്നത് കേട്ടോ. അതെങ്ങനെയാണെന്ന് നമുക്കിങ്ങനെ വീഡിയോയിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ നമ്മൾ കുറച്ച് ക്രിസ്മസ് ബോൾസ് വാങ്ങിച്ചു, ക്രിസ്മസ് ചെറി ബെറിയൊക്കെ കുറച്ച് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊന്ന് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യുന്നത്. ആദ്യം തന്നെ ഈ ഇലയുടെ, ആ മാല പോലെയുള്ള ഇലയുടെ ഇടയിൽ നമ്മൾ ഈ ക്രിസ്മസ് ചെറീസ് വെച്ച് നമ്മളൊന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആ മാലയുടെ ഫുള്ളായിട്ടും ലീഫിൻ്റെ ഇടയിൽ ചെറി വെച്ചിട്ട് നമ്മൾ അതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഒറിജിനൽ ലീഫ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഒരു ക്ലൈംബിംഗ് സാൻഡയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സാന്റാക്ലോസ് ആണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഒത്തിരി വലുപ്പമുള്ളതൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഒത്തിരി പൈസയാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ളതും പിന്നെ കാണാൻ ഇച്ചിരി കൗതുകമൊക്കെ തോന്നി ക്ലൈംബിംഗ് സാൻഡാണ്. പിന്നെ നമ്മൾ കുറച്ച് LED ഫയർലി ലൈറ്റ്സും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഡെക്കറേഷൻ ചെയ്യുന്നത് ഗ്ലാസ് വിൻഡോയുടെ സൈഡിലാണ് കേട്ടോ. അപ്പോൾ വിൻഡോയുടെ മുകളിൽ നിന്ന് താഴോട്ട് രണ്ട് സൈഡിലോട്ടും തൂങ്ങിക്കിടക്കാൻ പാകത്തിന് നമ്മൾ ആ ലീഫ് നമ്മൾ സെറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഈ സാന്റാക്ലോസിൽ നമ്മൾ വെക്കുകയാണ്. ഗ്ലാസ് വിൻഡോയിൽ നമ്മൾ ചെയ്താലാണ് അത് ഔട്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഭംഗിയിൽ നമുക്കത് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഗ്ലാസ് വിൻഡോയുടെ ഔട്ട് സൈഡ് ലുക്കും ഉള്ളിൽ നിന്നുള്ള ലുക്കും നമ്മൾ കണ്ടു. അപ്പോൾ ഞാനിത് അകത്ത് നിന്ന് ഞാനിതുപോലെ വിൻഡോ കട്ടിൻ്റെ ആ ഒരു വടി ഉണ്ടല്ലോ, അതിൽ ഞാനിത് ഇല ഇങ്ങനെ ചുറ്റി വെക്കുകയാണ്. മുകളിൽ സൈഡിലോട്ട് ഇങ്ങനെ കുറച്ച് ഇറക്കി താഴെ വരെ ഇങ്ങനെ രണ്ട് സൈഡിലും ഇടാം. അപ്പോൾ അങ്ങനെ അത് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇത് രണ്ട് സൈഡിലും മുകളിലും നമ്മൾ ഈ ലീഫ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. നമ്മുടെ ഇഷ്ടം പോലെ ഉള്ളതുപോലെയൊക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മളിത് ആ സാന്റാക്ലോസിൻ്റെ ഉള്ളിൽ നമ്മൾ ബാറ്ററിയാണ് ഇടുന്നത്. 3 ബാറ്ററി ഉണ്ട്. ബാറ്ററി ഇടുമ്പോൾ തന്നെ നമുക്ക് ജിങ്കിൾ ബെൽ ആ സോങ്ങാണ് വരുന്നത് കേട്ടോ. പിന്നെ എങ്ങനെയാണിത് ക്ലൈംബ് ചെയ്യുന്നത് കാണാം. അതിൻ്റെ ആ പിറകു ഭാഗത്ത് ഒരു സ്വിച്ച് ഉണ്ട്, അത് ഇട്ടാലാണ് അത് വർക്ക് ചെയ്യുക. അപ്പോൾ സാൻഡേനെ നമ്മൾ ആ ജനലയുടെ ഒരു സൈഡിൽ മുകളിൽ നമുക്കിങ്ങനെ തൂക്കിയിട്ടപ്പോൾ അതിങ്ങനെ ക്ലൈംബ് ചെയ്ത് പോയിക്കോളും. ഇനി നമുക്ക് ആ LED ലൈറ്റും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വാങ്ങിച്ച ക്രിസ്മസ് ബോൾസ് അത് ആ സൈഡിൽ രണ്ടും നമ്മളൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. മുകളിലും സൈഡിലൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഹാങ് ചെയ്ത് ഇടാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ്. പക്ഷേ നൈറ്റ് വിഷൻ വളരെ ഭംഗിയാണ്. ഔട്ട് സൈഡിൽ നിന്ന് നമ്മൾ വിൻഡോ സൈഡ് കാണുമ്പോൾ നല്ല രസമാണ് കാണാൻ കേട്ടോ. സാന്റാക്ലോസിന് നമുക്ക് ഒന്നിലധികം നമുക്കിതുപോലെ ഹാങ് ചെയ്ത് ഇടാം. നമ്മളിപ്പോൾ ഒരെണ്ണം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇതുപോലെ 3ഓ 4ഓ സാന്റാക്ലോസിനെ നമുക്ക് ഹാങ് ചെയ്തിട്ടാൽ കൂടുതൽ ഭംഗിയുണ്ടാവും കേട്ടോ. കുറച്ച് വലിയ ക്രിസ്മസ് ബോൾസ് ഞാൻ അവിടെ ഒരു സൈഡിൽ കെട്ടിയിട്ടിട്ടുണ്ട്. എന്നിട്ട് സാൻഡയുടെ കയ്യിൽ നിന്ന് 2-3 റോപ്പ് അതിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു ബലൂൺ വെച്ചിരിക്കുന്നത് പോലെ തോന്നും. നമുക്ക് ഒറിജിനൽ ബലൂൺ കിട്ടുകയാണെങ്കിൽ അത് കെട്ടി നമുക്കിങ്ങനെ വെച്ചാലും മതി. അതാണ് കൂടുതൽ ഭംഗിയിട്ട്. അപ്പോൾ ആ ബലൂൺ കിട്ടാത്തത് കൊണ്ട് ഞാൻ വലിയ ക്രിസ്മസ് ബോൾസാണ് അതിന് പകരം ബലൂണിന് പകരം വെച്ചിരിക്കുന്നത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ ആണ്. അപ്പോൾ ഈ ഐഡിയ വളരെ ഈസി അല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത്രയ്ക്കും തിക്കായിട്ട് ലീഫ് നമ്മൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇതുപോലത്തെ ലീഫാണ്, നല്ല തിക്കായിട്ട് ഉള്ള ലീഫും മറ്റ് അക്സസറീസുമാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ചെയ്തിരുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെറിയ ലീഫ് നമുക്കിതുപോലെ തന്നെ കെട്ടി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. വിൻഡോ സൈഡിലൊക്കെ നമുക്ക് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.